ഹലോ, ഏഞ്ചൽ വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരെയാണ്? നമ്മുടെ ബെറ്റ ഫിഷ് അല്ലെങ്കിൽ ഫൈറ്റർ ഫിഷ്. ഇവനെ മേടിക്കാനായിട്ട് നമ്മുടെ തൃശ്ശൂരുള്ള പെരിങ്ങാവ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പെറ്റ് ഷോപ്പിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യാൻ പോണത്. ആ പെരിങ്ങാർ റോഡിലുള്ള ആ ഷോപ്പിൻ്റെ പേര് നമ്മുടെ SN പെറ്റ് വേൾഡ് എന്നാണ് കേട്ടോ. ധാരാളം വെറൈറ്റികളായിട്ടുള്ള ഒരുപാട് പെറ്റ്സിന് അവിടെ അവർ സെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ റൂട്ടിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കയറി നോക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് പെറ്റിനെ കുറിച്ച് കൂടുതൽ അറിവുകളൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ ഫൈറ്റർ ഫിഷിന് മാത്രമാണ് ഇങ്ങനെ വാങ്ങിയിടാറ്. അപ്പോൾ അതിന് മാത്രം വാങ്ങിക്കാനാണ് പോയത്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ വരുന്നുണ്ടാവും. അത് നിങ്ങൾ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇതാണ് നമ്മുടെ ഷോപ്പ് കേട്ടോ. പെരിങ്ങാവ് റോഡിലാണ് ഇതുള്ളത്. ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ഗ്രീൻ കളറിലുള്ള നമ്മുടെ ഇഗ്വാനക്കുട്ടന്മാരെയാണ് കേട്ടോ. ഇവർ നമ്മൾ പോപ്പുലർ പെറ്റ് ലിസാർഡ് എന്നാണ് ഈ ഇഗ്വാന എന്ന് നമ്മുടെ ഓർക്കുമ്പോൾ തന്നെ വരുന്നത്. പോപ്പുലർ പെറ്റ് ലിസാർഡ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഇത് കടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടിക്കും എന്നാണ് ഇവർ പറയണത്. കാരണം ഇവരെ ഉപദ്രവിക്കാനെങ്ങാനാണോ നമ്മൾ പോണേന്നുള്ളത് ആ ഒരു ചിന്ത അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർ നല്ല ഷാർപ്പായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പല്ലുകളുണ്ട് അവർക്ക്. ആ പല്ലുകൊണ്ട് കടിക്കും. പക്ഷേ വിഷമൊന്നുമില്ല, നമുക്ക് ഹാംഫുള്ളൊന്നും അല്ല ഇവരുടെ കടി. അതുപോലെ തന്നെ ഇവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 12 മുതൽ 15 വർഷം വരെയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇവരുടെ ഫുഡ്. 95% ഇവർ വെജിറ്റബിൾസാണ് കഴിക്കുക, 5% ഫ്രൂട്ട്സും കഴിക്കും. നമ്മുടെ കയ്യിൽ വെച്ച് തരട്ടെ എന്നൊക്കെ ചോദിച്ചിരുന്നു, പക്ഷെ പേടി കാരണം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഇവനെ നോക്കിയേ, എന്ത് ഭംഗിയല്ലേ ഈ എലിക്കുട്ടീനെ കാണാനായിട്ട്. ഞാൻ വേഗം തന്നെ എൻ്റെ കയ്യിലേക്കൊന്ന് എടുത്ത് വെച്ചോളാൻ പറഞ്ഞു കേട്ടോ. അവനെ കണ്ടപ്പോൾ തന്നെ നല്ലൊരു രസം തോന്നി. നല്ല ആൽബിനോ ടൈപ്പിൽ പെട്ടിട്ടുള്ള റാറ്റ്സ് ആണ് കേട്ടോ. ഇവർ നല്ല ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുകയാണെന്ന് വെച്ചെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയി നല്ല ഫണ്ണായിരിക്കും എന്നാണ് പറയണേ കേട്ടോ. ഞാൻ എന്നിട്ട് തിരിച്ചു തന്നെ കൊടുത്തു. ഇത് കാണുന്നത് നമ്മുടെ സെമി പഞ്ച് ഇനത്തിൽപ്പെട്ട ക്യാറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഡോൾ ഫേസ് ക്യാറ്റും ഉണ്ട് ഇതിനകത്ത്. ഇതിൽ ആ പിങ്ക് കൂട്ടിൽ കിടക്കുന്നതാണ് ഡോൾ ഫേസ് ക്യാറ്റ്. മറ്റ് ബ്ലൂ കേജിൽ കിടക്കുന്നതാണ് നമ്മുടെ സെമി പഞ്ച് കേട്ടോ. ഇവർ അങ്ങനെ കടിക്കത്തൊന്നുമില്ല. കൂടുതലും മടിയന്മാരാണെന്നാണ് ഇവർ അറിയപ്പെടുന്നത് കേട്ടോ. ഫുൾ സമയം ഇങ്ങനെ മടി പിടിച്ചിങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ വീട്ടിലൊക്കെ വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ മേടിച്ചിട്ട് വളർത്തുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല പോലെ ഇണങ്ങി ജീവിക്കുന്ന ഒരു വർഗ്ഗത്തിൽപ്പെട്ടതാണ്. ഒരു വർഗ്ഗം തന്നെയാണ് ഈ പൂച്ചാട്ടോ. ഇത്തരത്തിലുള്ള പൂച്ച ഇവർ കെടുത്തിയിരിക്കുന്നത് പോർട്രേസിലാണ്. അതിൽ തന്നെയാണ് ഇവർ കെടുക്കുക ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ അതിൽ തന്നെ കിടന്നുറങ്ങും. അതിൽ തന്നെ ടോയ്ലറ്റിൽ പോക്കൊക്കെ അതിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവരത് എല്ലാ മോർണിംഗിലും വന്ന് അതിൽ നിന്ന് വൃത്തിയാക്കും. അതിനുശേഷം വീണ്ടും അതിൽ തന്നെ കെടുത്തും. ഇതിനെയും നമുക്ക് കയ്യിൽ വേണമെന്ന് ആ ചേട്ടൻ ചോദിച്ചായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ പരിചയമില്ലാത്തതുകൊണ്ട് വല്ല മാന്തലോ കടിക്കെങ്ങനെ ചെയ്താലോ അല്ലേ, അതുകൊണ്ട് നമ്മൾ മേടിച്ചില്ല. എന്ത് ഭംഗിയാന്ന് നോക്കിയേ, ഫേസൊക്കെ കാണാനായിട്ടല്ലേ. നിറയെ പൂടെയാണ് കേട്ടോ അതിൻ്റെ മേത്തൊക്കെ. അപ്പോൾ അതിങ്ങനെ ക്യാമറ ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ കരഞ്ഞ് കാണിക്കുകയാണ് കേട്ടോ. നല്ല സുന്ദരികളായ പൂച്ചക്കുട്ടികളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓടി നടക്കുന്ന ആ ഫസ്റ്റ് കണ്ട എലിക്കുട്ടന്മാർ തന്നെയാണ് കേട്ടോ ആൽബിനോ ടൈപ്പിൽ പെട്ടത്. അപ്പോൾ അവർ വീണ്ടും ഇങ്ങനെ കളിക്കുന്ന കണ്ടപ്പോൾ ഞാനിങ്ങനെ വീണ്ടും അവരുടെ അടുത്തേക്ക് ഇങ്ങനെ പോയി കേട്ടോ. ഇത് നമ്മുടെ 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയാണ് ഇവരുടെ ലൈഫ് സ്പാൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ വളർത്തി കൊണ്ടുവന്ന് നമ്മൾ ഇതിനോട് ഇണങ്ങി വരുമ്പോഴത്തേനും ഇവരുടെ ആ ലൈഫൊക്കെ കഴിഞ്ഞ് ഇവർ ചത്തുപോകുമ്പോൾ നമുക്ക് ആകെ വിഷമാവും. വളരെ റെയർ കേസിൽ മാത്രമാണ് ഇത് 4 തൊട്ട് 5 വയസ്സ് വരെ ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ കൂടുതൽ സമയം ഇവർ ഉറങ്ങും എന്നാണ് പറയണത്. കൂടുതൽ സമയം ഇവർ നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ മേടിച്ച് കൊടുന്നാലും ഫുൾ ടൈം ഉറക്കമായിരിക്കും. ആ ഒരു 3 പേര് അവിടെ ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരാൾ മാത്രമാണ് ഇവിടെ ആക്റ്റീവായിട്ട് ഓടി നടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് പൈനാപ്പിൾ കുനൂർ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെടുന്ന പക്ഷികൾ. നല്ല ഭംഗിയാണ് കേട്ടോ അവരെ കാണാനായിട്ട്. അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ് കേട്ടോ. ഇവർക്ക് ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരിക്കും എന്നവർ പറയണം. നമ്മുടെ പൈനാപ്പിൾ കുനൂർസ് ഭയങ്കര പ്ലേഫുള്ളും ആയിരിക്കും. അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി ഒക്കെ വളരെ കൂടുതലായിരിക്കും ഈ കിളികൾക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഗ്ലാസ്സുകളിലായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നതൊക്കെ ഫൈറ്റർ ഫിഷുകളാണ് കേട്ടോ. ബെറ്റ ഫിഷാണ് എല്ലാം കിടക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് കണ്ടു നോക്കി നോക്കാം. ഈ വൈറ്റ് കളറിൽ ഓടി നടക്കുന്ന ഫിഷില്ലേ, അവനാണ് ക്യാറ്റ് ഫിഷ് കേട്ടോ. അങ്ങനെ ഓറഞ്ച് കളറുള്ള ഫിഷാണ് നമ്മുടെ കൊയ്ക്കാർപ്പ് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. നല്ല ആക്റ്റീവായിട്ട് ഓടി നടക്കണമൊക്കെ ഉണ്ട്. ആ വൈറ്റിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. നല്ല ഭംഗിയുള്ള ഫിഷാണ്. നമ്മുടെ അക്വേറിയത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും.
ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഓറഞ്ചും ബ്ലാക്കും ഒക്കെ കളറുള്ള ഇതും കൊയ്ക്കാർപ്പുകൾ തന്നെയാണ് കേട്ടോ. ഇത് 5 കിലോ 6 കിലോ വരെ തൂക്കം വരുന്ന ഫിഷസ് ആണെന്ന് പറയണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അക്വേറിയം ഫിഷ് തന്നെയാണ്, അക്വേറിയത്തിലൊക്കെ ഇട്ട് നമുക്ക് വളർത്താൻ പറ്റും. അടുത്തത് കാണുന്നത് ക്രാബ് ഫിഷാണ് കേട്ടോ. നല്ല രസമുണ്ട്. നമ്മുടെ അക്വേറിയത്തിലൊക്കെ ഇട്ട് വളർത്തി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ അതൊരു പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നും അല്ലേ. ശരിക്കും അത് അക്വേറിയം ഫിഷ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്യുവർ വൈറ്റ് കളറിലുള്ള ഏഞ്ചൽ ഫിഷാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇതിനെ നേരിട്ട് കാണാനായിട്ട്. കാരണം ശരിക്കും ഒരു വെള്ള ഉടുപ്പൊക്കെ ഇട്ട് വന്ന ഒരു ഏഞ്ചലിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു, ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ. അടുത്തത് കാണാൻ പോകുന്നത് നമ്മുടെ ഗോൾഡ് ഫിഷാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണല്ലേ ഗോൾഡ് ഫിഷിനെ കാണാനായിട്ട്. ഇതിൽ ഗോൾഡ് ഫിഷും കിടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് കളറിൽ ഏഞ്ചൽ ഫിഷസും കിടക്കുന്നുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും നല്ല സൗഹൃദത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടിയിലും നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ കുട്ടികളാണ് കേട്ടോ എടുക്കുന്നത്. കുറേ അധികമായിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഗോൾഡും നല്ല ഓറഞ്ച് ഷെയ്ഡൊക്കെ ആയിരുന്നു എനിക്കതിൽ തോന്നിയിരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അടുത്തത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഷാർക്ക് വിഭാഗമാണ് കേട്ടോ. ആൽബിനോ ടൈപ്പിൽ പെട്ടിട്ടുള്ള ഷാർക്കാണ് കിടക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ഇതിന് കുറച്ചും കൂടിയൊക്കെ വലിപ്പം വന്നു കഴിഞ്ഞാൽ നമ്മൾ കറി വെക്കാനും അതുപോലെ തന്നെ അലങ്കാര മത്സ്യമായിട്ടൊക്കെ നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് കുറേയധികം ഗ്ലാസ്സുകളിൽ ഇതിൻ്റെ ഈ ഫൈറ്റർ ഫിഷിൻ്റെ കളർ വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ. ഓരോന്നിനും ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുക. നമുക്ക് ഇഷ്ടമുള്ള കളറ് പോയിട്ട് എടുക്കാൻ പറ്റും. ഇത് നമ്മുടെ ഗൗരാമിയാണ് കേട്ടോ. ഗൗരാമി ഫിഷാണ്. കുറേ എണ്ണമുണ്ട്. നല്ല ഭംഗിയായിട്ട് അവർ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. ഇനി പല കളറായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന കുറച്ച് കൂട്ടരെ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയണേ. നോക്കൂ, എന്ത് ഭംഗിയാലും ഇവരെ കാണാനായിട്ട്. ഇതാണ് സീബ്ര ഫിഷ് കേട്ടോ. ഇത് നമ്മുടെ പ്ലാന്റ് അക്വേറിയത്തിലൊക്കെ ഇതിന് ഇടാൻ പറ്റും. കാരണം അതിന് പ്ലാന്റ്സ് ഒന്നും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നശിപ്പിക്കില്ല കേട്ടോ. നല്ല രസമായിട്ട്. ഇതാണ് വിഡോ ഫിഷ്. ഇതും പല കളറായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. നല്ല ഭംഗിയാണ്. പിങ്കൊക്കെ കാണാനായിട്ട് എന്ത് രസമാണല്ലേ. ഇതിനെയും പ്ലാന്റ് അക്വേറിയത്തിൽ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷാർക്ക് അല്ലെങ്കിൽ ആസാം വാള എന്നൊക്കെ പറയൂട്ട് നമ്മൾ. ഇത് കൂടുതലും അക്വേറിയത്തിലും അതുപോലെ തന്നെ വലിയ വലിപ്പത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള മീനാണ്. ആസാം വാള എന്നാണ് കൂടുതൽ അറിയപ്പെടുക. ഇത് നമ്മുടെ ഫുൾ റെഡ് ഗപ്പിയാണ് കേട്ടോ. AFR റെഡ് എന്നും ഇതിന് നമ്മൾ പറയാറുണ്ട്. ഇത് നമ്മുടെ അക്വേറിയത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തരം ഫിഷ് തന്നെയാണ്. അടുത്തത് നമ്മുടെ SK ഗോൾഡ് എന്നറിയപ്പെടുന്ന ഫിഷാണ് കേട്ടോ. ഇത് നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ വകുപ്പിൽ വരുന്ന ആ ഒരു വിഭാഗം തന്നെയാണ് ഈ SK ഗോൾഡ് കേട്ടോ. അതിങ്ങനെ തുള്ളി നടക്കുന്നുണ്ട്. ഇതിലൂടെയൊക്കെ വലിപ്പം വരുമായിരിക്കും. ഇത് നമ്മുടെ ചില്ലി മൊസൈക്ക് ഗപ്പികളാണ് കേട്ടോ. ഗപ്പിയുടെ തന്നെ ഒരു വെറൈറ്റിയാണ് കേട്ടോ അത്. ഇനി അടുത്തത് നമ്മുടെ ബ്ലാക്ക് കളറുള്ള ഏഞ്ചൽ ഫിഷാണ്. നമ്മൾ വൈറ്റ് കളറിന് കണ്ടില്ലേ, ഇത് ബ്ലാക്ക് കളർ. നമ്മൾ കൂടുതൽ ആളുകളും വാങ്ങിയിടുന്നത് അക്വേറിയത്തിലിടുന്നത് ഈ ബ്ലാക്ക് കളറിനെയാണ് കേട്ടോ. കാരണം വൈറ്റ് ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ഇത് ഗപ്പി തന്നെയാണ് കേട്ടോ. ജെറ്റ് ബ്ലാക്ക്. അതിൽ ഇതാണ് ഗപ്പികൾ. ഇത് ഫീമെയിൽസിന് വാല് ബ്ലാക്ക് ആയിരിക്കും. ഇതിന് മെയിൽസിനാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ആയിരിക്കും. അങ്ങനെയാണ് ഇത് നമ്മൾ ഇതിനെ മെയിൽസിനൊക്കെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇതാണ് പ്ലാറ്റി ഫിഷ് എന്നറിയപ്പെടുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫിഷാണ്. ഇത് ഏത് വാട്ടറിൽ നമുക്കിതിനെ ഇട്ടിട്ട് വളർത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനൊക്കെ നല്ല സുഖമായിട്ട് നമുക്ക് വളർത്തി എടുക്കാൻ പറ്റും കേട്ടോ. തന്നെ ഇവരെ നമുക്ക് എല്ലാവർക്കും അറിയണതല്ലേ, നമ്മുടെ ബജ്ജീസ് അല്ലെങ്കിൽ ലവ് ബേർഡ്സ് എന്നൊക്കെ നമ്മളിവിടെ പറയും. ശരിക്കും അതിനെ ബജ്ജീസ് എന്നാണ് പറയുക കേട്ടോ. ഇനി ബേർഡ്സിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലോകം തന്നെയാണ് കേട്ടോ ഇവിടെ. ഇത് നമ്മുടെ താറാവ് കുട്ടന്മാരാണ്. ഇങ്ങനെ ഒന്നിന് മേലെ ഒന്നായിട്ട് ഇങ്ങനെ തല വെച്ച് അവരിങ്ങനെ ഉറങ്ങുന്നുണ്ട് കേട്ടോ. അവർക്ക് ക്ഷീണമൊന്നും മാറിയിട്ടില്ല. നമ്മൾ നല്ല മോർണിംഗിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മുയലാണ് കേട്ടോ. മുയൽ താഴത്തെ റാക്കിൽ 2 മുയൽക്കുട്ടന്മാരുണ്ട്. ഒരെണ്ണം നല്ല വെള്ള കളറും അതുപോലെ തന്നെ ഒരെണ്ണം അങ്ങനെ ഒരു ഗ്രേ ഷെയ്ഡൊക്കെ കൂടിയിട്ടുള്ള മുയലുകളാണ് കേട്ടോ. അപ്പോൾ ഇത് ഗിനിപ്പന്നിയാണ് കേട്ടോ. ഗിനിപ്പന്നിയുടെ ഒരു വെറൈറ്റിയാണ്. ഇപ്പുറത്ത് കിടക്കുന്നതും ഒരു ഗിനിപ്പന്നിയുടെ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല വലിപ്പത്തിലൊക്കെ വരുന്ന ഒരു ഇതാണ്. ഇവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് എല്ലാവരും എഴുന്നേറ്റ് തയ്യാറായിട്ടിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് താറാവുകളുടെ കുട്ടിയാണ് കേട്ടോ. അത് കുറേയധികം കുട്ടികളുണ്ട്. മഞ്ഞ കളറും ഉണ്ട്, അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് കളറിലും അവരിയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കാടക്കോഴിയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. 2 കുഞ്ഞുങ്ങളാണ് അതിൽ കിടന്നിരുന്നത്. ഇത് നമ്മുടെ ബജ്ജീസ് തന്നെയാണ്. നല്ല ഭംഗിയുള്ള കളർ വെറൈറ്റീസിലിരിക്കുന്ന ബജ്ജീസാണ് കേട്ടോ. ഇത് നമ്മുടെ ഗിനിപ്പന്നീനെ നമ്മൾ കണ്ടിരുന്നല്ലോ. അപ്പോൾ അത് തന്നെയാണ്. നല്ല ഭംഗിയുള്ള കളറുകളൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളയും അതുപോലെ തന്നെ നല്ലൊരു തവിട്ട് നിറമൊക്കെ കൂടിയിട്ടുള്ളത്. ഇത് നമ്മുടെ മുയലിൻ്റെ കുട്ടികളാണ് കേട്ടോ അവർ. ഇനി മുകളിൽ കാണുന്നത് നമ്മുടെ കരിങ്കോഴിയാണ് കേട്ടോ.
കുറേയധികം ഫാൻസി കോഴികൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നോക്കിയപ്പോൾ. അത് ഏതൊരു തരം ഫാൻസി കോഴിയാണ് കണ്ടോ. ഇത് നോക്കി, ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതിനെ കാണാൻ. ഞാൻ കുറേ നേരം നോക്കി നിന്നു. അതിൻ്റെ തലയും അതുപോലെ തന്നെ അതിൻ്റെ ആ കാലിൻ്റെ അവിടെയൊക്കെ നിറയെ പൂടയാണ്. ഈ കാണുന്നത് ലാപ്സാപ്സോ എന്ന് പറഞ്ഞിട്ടുള്ള പട്ടിക്കുട്ടിയാണ് കേട്ടോ. അത് വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ കിടക്കുന്നത് ഇവിടെ ബ്ലാക്കാണ്. ഇതൊരു തരം നമ്മൾ കണ്ട ഫാൻസി കോഴി തന്നെയാണ് കേട്ടോ. അതിനെ കാണാനായിരുന്നു ഒരു രസം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തത്തകളിൽ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. തത്തകളിൽ വെച്ച് ഏറ്റവും സുന്ദരി, അല്ലെങ്കിൽ തത്തകളുടെ രാജ്ഞി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ സൺകൊനൂർ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ഒരു സണ്ണ് ഇങ്ങനെ ഉദിച്ചു വരുന്ന സമയത്ത് എന്തുമാത്രം കളറുണ്ടാവും. ആ കളറൊക്കെ ഈ പക്ഷിയുടെ മേലുണ്ട്. കണ്ടോ എന്ത് ഭംഗിയാണെന്ന്. ഇത് അമേരിക്കൻ ഫാൻറ്റയിലാണ് കേട്ടോ. പ്രാവ് ഇനത്തിൽപ്പെട്ട നല്ല ഭംഗിയായിട്ട്, നമ്മുടെ നാട്ടിലൊക്കെ മയിൽപ്രാവ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മുഗി, സാറ്റിൻ, അതുപോലെ തന്നെ കോക്ടെയിൽസ്, അതുപോലുള്ള ഒരുപാട് വെറൈറ്റിയാണ് ഇവിടെ പക്ഷികളുടെ ഉള്ളത്. പക്ഷികളാണ് ഏറ്റവും കൂടുതൽ വെറൈറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, ബജ്ജീസ്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഈ വഴി പോകുന്നവരൊക്കെ ഈ ഷോപ്പ് നമ്മളൊന്ന് കാണണം കേട്ടോ, കയറി കാണണം. നമുക്ക് വാങ്ങാൻ സാധിച്ചില്ലെങ്കിലും ഇവരൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഇത്രമാത്രം വെറൈറ്റീസ് ഉണ്ടല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ അത്രമാത്രം വെറൈറ്റീസാണ് നമ്മുടെ ഈ ഷോപ്പിനകത്ത് ഇവർ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. നല്ല ടൈപ്പ് പ്രാവുകളും നല്ല ബജ്ജീസും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിതിൽ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.